നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. നമ്മൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് പറഞ്ഞു. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ആദ്യം ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ക്രെഡിറ്റ് സൊസൈറ്റി തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്? ഏതൊക്കെ തരം സൊസൈറ്റികളാണ്, ഏതൊക്കെ തരം സ്ഥാപനങ്ങളെയാണ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്? അതിലൊന്നാമത്തത് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒന്നാമത്തതാണ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ്. പിന്നെയുള്ളതാണ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ദെൻ ഹൗസിംഗ് സൊസൈറ്റീസ്. ഇങ്ങനെ 3 കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, 3 തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയിട്ടുള്ളത്. അതിൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ പ്രത്യേകത, അതിൻ്റെ പർപ്പസ് ടു പ്രൊവൈഡ് ചീപ്പസ്റ്റ് ക്രെഡിറ്റ് ടു പീപ്പിൾ റിസൈഡിങ് ഇൻ ദി അർബൻ ആൻഡ് സെമി അർബൻ ഏരിയ. അർബൻ സെമി അർബൻ ഏരിയയിൽ അർബൻ ആൻഡ് സെമി അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊടുത്തിട്ടുള്ളത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് രൂപം കൊടുത്തിട്ടുള്ളത്. നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റീസ് found mainly purpose of providing cheap credit to people residing in urban and semi-urban area. ഇതിൻ്റെ മെയിൻ പർപ്പസ് ആയിട്ട് പറയുന്നത് അർബനും സെമി അർബൻ ഏരിയയിലും താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ആർക്കൊക്കെയാണ് മെമ്പർഷിപ്പ് ഉണ്ടാവുക, ആർക്കൊക്കെ മെമ്പർ ആവാൻ പറ്റുന്നത്? അർബൻ സൊസൈറ്റിയിൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ മെമ്പർ ആവാൻ സാധിക്കുന്നത് സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസാൻസ്, സാലറി ഏണേഴ്സ് എന്നിവർക്കാണ്. ഒരു അർബൻ ബാങ്ക് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. അഗ്രികൾച്ചർ അല്ലാത്ത പർപ്പസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ധർമ്മം. അതുപോലെ മറ്റ് ബാങ്കിങ് സർവീസ് ഫെസിലിറ്റീസ് ഇത് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്നുണ്ട് മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും നോൺ മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും. അതുകൊണ്ട് തന്നെ അർബൻ ബാങ്ക്സ് സെൽഫ് റിലയൻ്റ് ആണ്, സെൽഫ് സപ്പോർട്ടിങ് ഇൻ ഫിനാൻഷ്യൽ മാറ്റർ. സെൽഫ് റിലയൻ്റ് ആണ്, രാഷ്ട്രീയത്വം നേടിയ സ്ഥാപനങ്ങളാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ. അതുകൊണ്ട് ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ അറിയപ്പെടുന്നത്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓവർ ഡ്യൂസ് അർബൻ സൊസൈറ്റീസിന് അത്രത്തോളം ഇല്ല എന്ന് പറയാം. അതേപോലെ തന്നെ നെവർ ഡിപ്പെൻഡ് ഓൺ റിസർവ് ബാങ്കിനെയോ ഗവൺമെൻറ്റിനെയോ ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. റിസോഴ്സസിൻ്റെ കാര്യത്തിൽ അവർ നല്ല റിസോഴ്സസ് ഉള്ള ആളുകളാണ്. അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹൈ ലെവൽ ഓഫ് ഓവർ ഡ്യൂസ് ഇല്ല എന്ന് പറഞ്ഞു. ഓവർ ഡ്യൂസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് 6% ഓഫ് ദി ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ 6% മാത്രമാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് അതിൻ്റെ ഓവർ ഡ്യൂസ് ആയിട്ടുള്ളത്. ദെൻ എന്തൊക്കെയാണ് നീഡ് ആൻഡ് ഓറിജിൻ? ഇതിൻ്റെ ആവശ്യകത എന്താണ്? ഒന്നാമത്തെ തന്നെ അർബൻ പീപ്പിളിന് അർബൻ ഏരിയയിൽ പ്രൊവൈഡിങ് ലോൺസ് അറ്റ് ചീപ്പസ്റ്റ് റേറ്റ്. ചീപ്പ് റേറ്റിൽ അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നീഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. കാരണം ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ റിലക്റ്റൻറ്റ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മടി കാണിക്കുന്ന സ്ഥലത്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ചീപ്പസ്റ്റ് റേറ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒറിജിൻ എപ്പോഴാണെന്ന് നോക്കാം. സ്റ്റാർട്ടഡ് ഇൻ 1960 അത് മക്ലഗാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ഈ ഒരു 1915 റെക്കമെൻഡ് ചെയ്തതാണ് സ്റ്റാർട്ടിംഗ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്.
ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത്. 1915 മെക്ലഹാൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1916 ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകൾ ആരംഭിക്കുന്നത്. പിന്നീട് അർബൻ ബാങ്കുകൾ നമ്പർ ഇൻക്രീസ് ചെയ്തു, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്ത അവസാനം അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ 20% ഓഫ് എന്താണ് അർബൻ ബാങ്ക്സ് ആണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 20% അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ആ 20% അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് 46 പോപ്പുലേഷൻ കവേർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 1985-86 കണക്കാണിത്. ഇപ്പോൾ 1985-86 തന്നെ 46% ഓഫ് പോപ്പുലേഷൻ കവർ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ മാറിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇൻ 4 സ്റ്റേറ്റ്സ്, 4 സ്റ്റേറ്റുകളാണ്. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത് ആൻഡ് തമിഴ്നാട്. ഇങ്ങനെ 4 സ്റ്റേറ്റുകളിലാണ് ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് നടത്തിയ പഠനത്തിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 lakhs ഇൻ മെട്രോപൊളിറ്റൻ സിറ്റീസ്, 3 lakh ഇൻ അർബൻ സെൻറ്റേഴ്സ് ആൻഡ് 1.5 lakh ഇൻ സെമി അർബൻ സെൻറ്റേഴ്സ്. അത് 4 ലക്ഷം റുപ്യ വരെയാണ് ഷെയർ ക്യാപിറ്റൽ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ അർബൻ സെൻറ്റേഴ്സ്, മറ്റുള്ള അർബൻ സെൻറ്റേഴ്സിൽ 3 lakh ആണ്. സെമി അർബൻ സെൻറ്റേഴ്സ് ആണെങ്കിൽ 1.5 ലക്ഷമാണ് അതിൻ്റെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതനുസരിച്ച് ലോൺ ഓപ്പറേഷൻസും എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. 40 lakh, 30 lakh, 15 lakh വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവ ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അർബൻ കോപ്പറേറ്റീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 75 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ കേരളത്തിലുണ്ട്. ഇത് ബാങ്ക് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. അർബൻ ബാങ്ക്സിൻ്റെ മെജോറിറ്റി മെമ്പേഴ്സും നോൺ അഗ്രികൾച്ചറിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഷെയർ ക്യാപിറ്റലൊക്കെ നല്ല വാല്യൂ ഉണ്ടായിരിക്കുമെന്നാണ്. റിസർവ് ബാങ്കിന് ഇത്തരം ബാങ്കുകളെ ഇൻസ്പെക്ട് ചെയ്യാനും സൂപ്പർവിഷൻ നടത്താനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീമിൽ ഈ ഒരു ബാങ്കുകളും എലിജിബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സെൽഫ് റിലയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. തന്നെ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഡിമെറിറ്റ്സ് നോക്കാം. ഇതിൻ്റെ ലോ ക്യാപിറ്റലാണ്. ദ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, ലോ ലെവൽ ഓഫ് ഓപ്പറേഷൻ, ഹൈ കോസ്റ്റ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ക്യാപിറ്റലിൽ നല്ല ഉയർന്നെടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോ ക്യാപിറ്റലാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഉള്ളതെന്ന് പറയാം. അതുപോലെ പ്രൊഫഷണലിസം ലാക്ക് ചെയ്യുന്നുണ്ട്. ലാക്ക് ഓഫ് പ്രൊഫഷണലിസം അത്രത്തോളം പ്രൊഫഷണലിസം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പ്രൊഫഷണലായിട്ടുള്ള ആളുകളല്ല ഈ ബാങ്ക് കൈകാര്യം ചെയ്യുന്നത്. മറ്റൊന്ന് പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെയും ബാധിക്കുന്നുണ്ട്. മറ്റെല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും ബാധിക്കുന്ന പ്രശ്നം പോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെയും ബാധിക്കുന്നുണ്ട്. ലോ ലെവൽ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയ ഓപ്പറേഷൻ മാത്രമാണ് നടത്തുന്നത്. പക്ഷേ എല്ലാത്തിനും ഹൈ കോസ്റ്റ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വരുന്നുണ്ട്. ആ ഹൈ കോസ്റ്റ് കൊണ്ട് ആ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് അതിൻ്റെ ഡിമെറിറ്റ്സ്. ദെൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ടൗൺ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്. ഒന്നുകിൽ ടൗൺ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ താലൂക്ക് വരെയാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വ്യാപിക്കാൻ സാധ്യതയുള്ളത്. ഇതിന് ചില കേസസ്, സർട്ടൻ കേസസ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദി ഹോൾ ഡിസ്ട്രിക്റ്റ്. ജില്ല മുഴുവനാക്കാനും സാധിക്കും ചില കേസസിൽ. ദെൻ ഇവയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ബാങ്കാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ നോക്കാം. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ത്രിഫ്റ്റ് എൻകറേജ് ചെയ്യുക, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ
ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ, ഇത് മൂന്നും എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. എന്താ ത്രിഫ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കുന്ന രീതിയിൽ നമ്മൾ ത്രിഫ്റ്റ് എന്ന് പറയും. മാറ്റിവെക്കുന്നതിന് സേവിങ്സ് എന്ന്. അത്തരത്തിൽ സേവിങ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെൽഫ് ഹെൽപ്പ് അതേപോലെ തന്നെ ടു ബോറോ ഫണ്ട് ആൻഡ് യൂട്ടിലൈസ് ഫോർ ഗ്രാൻഡിങ് ലോൺസ്, ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അത് ലോണായിട്ട് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അഡ്വാൻസ് ലോൺസ് അഡ്വാൻസ് ചെയ്യുക to the members at a reasonable rate of interest against security of their petty trade stock. അതുപോലെ തന്നെ മെമ്പേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ജനറൽ ആയിട്ടുള്ള ബാങ്കിങ് എന്തൊക്കെ ചെയ്യുന്ന ബാങ്കിങ് ആക്ടിവിറ്റീസ് ഉണ്ട്, ആ ആക്ടിവിറ്റീസ് ഒക്കെയും ക്യാരി ചെയ്യുക എന്നുള്ളതും ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. അതുതന്നെ ടു എക്സ്റ്റെൻഡ് ദി ഹെൽപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ട ഹെൽപ്പ് നൽകാനും ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ തയ്യാറാണ്. ദെൻ ടു അണ്ടർടേക്ക് കളക്ഷൻ ഓഫ് ബില്ല് കളക്ട് ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും എൻഡോസ് ചെയ്യാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ്. ഡിസ്കൗണ്ട് ചെയ്യും. അതിനൊക്കെ സാധിക്കുന്നത് മറ്റു ബാങ്കുകൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിച്ചത്. അതായത് കച്ചവടക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ബാങ്കിങ് ബിസിനസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ബില്ല് കളക്ഷൻ ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ബാങ്കായിട്ടാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സേഫ് കസ്റ്റഡി ലോക്കറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഇതിൽ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ടു ആക്ട് ആസ് എൻ ഏജൻറ്റ്, നമുക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ തയ്യാറാകുന്ന ഒരു ഏജൻ്റായിട്ട്, മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻ്റായിട്ട് ഇതൊരു ബാങ്കിന് വർക്ക് ചെയ്യും. അതുപോലെ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രമല്ല ടെക്നിക്കൽ അസിസ്റ്റൻസ് കൂടി പ്രൊവൈഡ് ചെയ്യും. to grant and issue of credit, travelers check, ക്രെഡിറ്റും ട്രാവലേഴ്സ് ചെക്ക് പോലുള്ള ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ടു അണ്ടർടേക്ക് എനി അതർ ഇൻസിഡൻ്റൽ മറ്റുള്ള ഫങ്ഷൻസ്, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ധർമ്മം. അപ്പോൾ ഒന്നാമത്തത് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ സേവിങ്സ്, സെൽഫ് ഹെൽപ്പ്, കോപ്പറേഷൻ, ഇത് എൻകറേജ് ചെയ്യുക. ബോറോ ചെയ്തുകൊണ്ട് അത് ലെൻഡ് ചെയ്യുക, ഗ്രാൻഡിങ് ലോൺസ്, ബോറോ ചെയ്ത മണി യൂട്ടിലൈസ് ചെയ്യുക, ലോണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. പിന്നെയോ അഡ്വാൻസ് ലോൺ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ജനറൽ ബാങ്കിങ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുക. ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുക. ബില്ല് കളക്ട് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക. സേഫ് കസ്റ്റഡി, അതായത് ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഏജൻ്റായി വർക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ടു ഗ്രാൻഡ് ആൻഡ് ഇഷ്യൂ ക്രെഡിറ്റ്, ട്രാവലേഴ്സ് ചെക്ക് പോലുള്ള ഇഷ്യൂ ചെയ്ത് നൽകുക. ടു അണ്ടർടേക്ക് എനി ഇൻസിഡൻ്റൽ ഫങ്ഷൻസ്, ഇതല്ലാതെ മറ്റെന്തൊക്കെ ഇൻസിഡൻ്റലായിട്ട് വരാൻ സാധ്യതയുള്ള മറ്റ് എല്ലാ ഫങ്ഷൻസും ചെയ്യുക എന്നുള്ളതാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ധർമ്മത്തിൽ വരുന്നത്. ഇതിൻ്റെ ഫണ്ട് റിസോഴ്സസ് ഏതൊക്കെ നോക്കാം. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലാണ് മെമ്പേഴ്സിൽ നിന്നുള്ള. ദെൻ അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള റിസർവ് ഫണ്ട്. ദെൻ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പർ ആൻഡ് നോൺ മെമ്പർ, മെമ്പേഴ്സിൽ നിന്ന് നോൺ മെമ്പേഴ്സിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്സ്. ബോറോയിങ്സ്, അത് IDBI, RBI, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയ
ബാങ്കുകളിൽ നിന്നൊക്കെയുള്ള തുടങ്ങിയ ബാങ്കുകളിൽ നിന്നൊക്കെയുള്ള ബോറോയിങ്സ്. ഇത്രയാണ് ഇതിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ നോക്കാം. ഇതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജനറൽ ബോഡിയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എല്ലാ അധികാരവും മാനേജ്മെൻറ്റിൽ ഉള്ള അധികാരം എന്നുള്ളത് ജനറൽ ബോഡിക്കാണ്. ജനറൽ ബോഡി എന്ന് പറയുന്നത് എ ക്ലാസ് മെമ്പേഴ്സ് ഓൺലി വോട്ടിംഗ് റൈറ്റ് ഉള്ള എ ക്ലാസ് മെമ്പേഴ്സ് മാത്രം ചേർന്നതാണ് ജനറൽ ബോഡി. എ ക്ലാസ് മെമ്പേഴ്സിന് മാത്രമാണ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുക. അതിൽ തന്നെ 9 മുതൽ 15 വരെയുള്ള മെമ്പേഴ്സിനെ ചേർത്തുകൊണ്ട് ഒരു മാനേജിങ് കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 2 സീറ്റ്സ് റിസർവ്ഡ് ആണ്, 1 ഫോർ SC/ST, 1 ഫോർ വുമൺ. ഇതിൻ്റെ ഒരു പീരീഡ് ഈ ഒരു കമ്മിറ്റിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന കാലാവധി എന്ന് പറയുന്നത്, ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 5 years ആണ്. ഇത്രയാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ചെയ്യുന്ന ധർമ്മങ്ങൾ? ഒന്ന്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്നതാണ്. മെയിൻ ഫങ്ഷൻ ഓഫ് ദി അർബൻ ബാങ്ക്സ് ആർ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ദെൻ അഡ്വാൻസ് ലോൺസ് ടു മെമ്പേഴ്സ് ഫോർ യൂസ്ഫുൾ പർപ്പസ്. അഡ്വാൻസ് ലോൺസ് എന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ധർമ്മം. ആൻഡ് ടു പ്രൊവൈഡ് ഓൾ ടൈപ്സ് ഓഫ് ബാങ്കിങ് ബിസിനസ്. മറ്റെല്ലാ തരത്തിലുള്ള ബാങ്കിങ് സർവീസും എന്ത് ചെയ്യുക, ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. കൊമേഴ്സ്യൽ ബാങ്ക് പോലെ തന്നെ അർബൻ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് പോർഷൻ ഓഫ് ദിയർ വർക്കിംഗ് ക്യാപിറ്റൽ ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്, കറണ്ട്, ഫിക്സഡ് സേവിങ്, റെക്കറിങ് തുടങ്ങിയ അക്കൗണ്ട് ഡെപ്പോസിറ്റുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട്, മറ്റുള്ള ഫണ്ടുകളും ഈ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാം. ഡെപ്പോസിറ്റ് ഓഫ് ലോക്കൽ ബോഡീസ്, അതുപോലെ കാസി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രസ്റ്റ്, ഇവയുടെയൊക്കെ ഡെപ്പോസിറ്റും ഈ അർബൻ ബാങ്കിന് സ്വീകരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാണ്. രണ്ടാമത്തെ ഫംഗ്ഷന് പറഞ്ഞു ലെൻഡിങ് ചെയ്യാനാണ്. ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള പർപ്പസ്, ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലെൻഡിങ് ചെയ്യുന്നത്. ലെൻഡിങ് പോളിസി ഓഫ് അർബൻ ബാങ്ക് ഈസ് ഡൈഡ് ഓൺ ബൈ ബൈലോസ് ആൻഡ് റൂൾസ് ഫ്രെയിംഡ് ബൈ ദി ബാങ്ക്സ്. ബാങ്കിൻ്റെ ബൈലോസ് പ്രകാരമാണ് ഈ ലെൻഡിങ് പോളിസി തീരുമാനിക്കുന്നത്. മാനേജ്മെൻറ്റ് എൻജോയ്സ് വൈഡ് ഡിസ്ക്രിപ്ഷൻ ഇൻ ദ മാറ്റർ ഓഫ് വർക്കിംഗ് ഔട്ട് ഡീറ്റെയിൽസ് ഓഫ് ലെൻഡിങ് പോളിസി. മാനേജ്മെൻറ്റിന് അതിൽ വൈഡ് ഡിസ്ക്രിപ്ഷൻ, വിവേചനം, അധികാരം ഉള്ള ഒരു മേഖലയാണ് ലെൻഡിങ് എന്നുള്ളത്. ഏതൊക്കെ പർപ്പസിനാണ് ലെൻഡിങ് ചെയ്യുന്നത് നോക്കാം. അതിലൊന്ന്, വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ട്രേഡ്. കച്ചവടക്കാർക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ടുള്ള പ്രവർത്തന മൂലധനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ, റിപ്പയർ, ഡെയിലിംഗ് ഹൗസ്, സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അവയുടെ കൺസ്ട്രക്ഷൻ, അവയുടെ റിപ്പയറിനും എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ഓഫ് ഡൊമസ്റ്റിക് റിക്വയർമെൻറ്റ്, ഡൊമസ്റ്റിക് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പർച്ചേസസിനും ലോൺ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എക്സ്പെൻസസ്, സെറിമണിയൽ എക്സ്പെൻസ്, അതായത് മറ്റ് അഗ്രികൾച്ചർ ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള പല ആവശ്യത്തിനും ലോൺ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് സാധിക്കുന്നുണ്ട്. അതായത് പഴയ ഡെറ്റുകൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഓഫ് പ്രയർ ഡെറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. സ്മോൾ സ്കെയിലിൻ്റെയും കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റലിനും ഫിക്സഡ് ക്യാപിറ്റലിനും വേണ്ടിയിട്ടും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോൺ ഫോർ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിന് ലോൺ കൊടുക്കുന്നുണ്ട്. സ്മോൾ റോഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ്, റോഡിൻ്റെയും വാട്ടർ ട്രാൻസ്പോർട്ട് ഓപ്പറേഷനും വേണ്ടിയിട്ട് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകൾ നേരിടുന്നത്? കോമ്പറ്റീഷൻ പ്രധാനമായിട്ട്, അതായത് ഈവൻ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെയുള്ള ബാങ്കുകളിലും അടക്കം ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനുണ്ട്. നിലവിലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ ഒരു ഭാഗത്ത്, അവർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് മറ്റൊരു ഭാഗത്ത്, അങ്ങനെ ഇവരോടൊക്കെ ഒന്നിച്ച് മത്സരിച്ചിട്ട് വേണം ആ കോപ്പറേറ്റീവ്സിലേക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാനും. അങ്ങനെ അത്
ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ അത്തരത്തിലുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നുമായിട്ട് മത്സരിക്കേണ്ട ഒരവസ്ഥ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഉണ്ട്. ദെൻ മറ്റൊന്ന്, സം ഓഫ് ദി നീഡി അർബൻ ബാങ്ക്സ് ആർ നോട്ട് ഗെറ്റിംഗ് ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ. ചില അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പരിമിതിയാണ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുള്ള ഭീഷണി ഒരു പ്രശ്നമാണ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും ഈ ഒരു ബാങ്കും ഒരേപോലെ ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള ഒരു വർദ്ധ കമ്മിറ്റി റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ, റിസർവ് ബാങ്കിനോടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും LICയോ ഒക്കെ എന്ത് ചെയ്യണം, ഇവയെ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ഈ നീഡി ആയിട്ടുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ വർദ്ധ കമ്മിറ്റി മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അത് സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സാലറീഡ് എംപ്ലോയീസ്, ഫിക്സഡ് വേജ് ഏണേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാസി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രൈവറ്റ് അണ്ടർടേക്കിങ്സ്. ഇത്രയും സ്ഥാപനങ്ങളിലുള്ള എംപ്ലോയീസ് ചേർന്നുകൊണ്ടൊരു എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിക്കുകയുണ്ടായി. ഒബ്ജക്ട്സ് ഓഫ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രധാനമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ്? ടു പ്രൊമോട്ട് ത്രിഫ്റ്റ് ആൻഡ് സേവിങ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ സേവിങ്സ് ഹാബിറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദി മെമ്പേഴ്സിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനും കൂടിയാണ്. ഇതിലൂടെ ഈ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നത് ഫിക്സഡ് ഓൺ ദി ബേസ് ഓഫ് ബേസിക് പേ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ബേസിക് പേ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ നിശ്ചയിക്കാറ്. ലോൺ അഡ്വാൻസ് ടു മെമ്പേഴ്സ് ആർ ഡിഡക്റ്റഡ് ഫ്രം ദി മന്ത്ലി സാലറി. ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഉറപ്പുവരുത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത് മന്ത്ലി സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടാണ് ലോണ് റീപേ ചെയ്യാറ്. അപ്പോൾ റീപേയ്മെൻറ്റ് ലോൺ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം സൊസൈറ്റികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ ഡിസ്ട്രിക്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. തന്നെ ഈ സൊസൈറ്റിയുടെ പ്രത്യേകത ഫിനാൻഷ്യലി സൗണ്ടാണ്. കാരണം എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്നും വേതനം ലഭിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള സ്ഥാപനമാണ് ഈ ഒരു എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ്. പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് എന്ന് പറഞ്ഞാൽ ലോൺസ് ഗിവൺ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് മന്ത്ലി സാലറി ഓഫ് എൻ എംപ്ലോയി. എംപ്ലോയീസിൻ്റെ മന്ത്ലി സാലറിയുടെ ജാമ്യത്തിൽ എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നതാണ് പേഴ്സണൽ സെക്യൂരിറ്റി ലോൺ. ഈ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് ഈ പേഴ്സണൽ സെക്യൂരിറ്റി ലോൺ എന്നുള്ളത്. അതിന് ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നോക്കാം. ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഉണ്ടാകും. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ് ഇതിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ആയി വരിക, മാനേജ്മെൻറ്റിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അതിന് സാധ്യമായി. എൻലൈറ്റൻഡ് ലീഡർഷിപ്പ്, നല്ലൊരു ലീഡർഷിപ്പ് സാധ്യമാണ്. എഡ്യൂക്കേറ്റഡ് മെമ്പർഷിപ്പ്, മെമ്പേഴ്സൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അത് വെൽ പെയ്ഡ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ പെയ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഈ ഒരു എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റാഫിനെ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഫോർ ടൈംലി റിക്കവറി ഓഫ് ലോൺസ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും വലിയ മികച്ച പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതാണ്. റിക്കവറി ഓഫ് ലോൺ എന്നുള്ള എളുപ്പമാണ്. പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അതിനുണ്ട്. കാരണം മാസത്തിൽ ശമ്പളത്തിൽ നിന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമാണ് ഇവയുടെ റിക്കവറി ഓഫ് ലോൺ എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ എഫിഷ്യൻസി, നല്ല മികച്ച ഓപ്പറേഷൻ എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം. ദെൻ വയബിലിറ്റി ഓഫ് സൊസൈറ്റി കുറച്ചുകൂടി വയാബിൾ ആണെന്നും പറയാം. ഇത്രയാണ് ഇതിന് ഈ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ. Better and efficient management, enlightened leadership, educated membership, well-paid and trained staff, proper arrangement for timely recovery of loans, operational efficiency, viability of societies.
ഇതാണ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ 2 ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്, നോൺ അഗ്രികൾച്ചറൽ. നെക്സ്റ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.